ഇത് ഏത് നാട്ടിൽ നിന്നാ? ശ്രീലങ്ക എന്നാണോ? അല്ല, കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് കേരളത്തിൽ. അതല്ല, കോഴിക്കോട്ട് എവിടെയാ? കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് കേരളത്തില്. കോഴിക്കോട് നരിക്കുനി. നരിക്കുനി. ആ, അവിടെ നിന്നാണ്. അവിടുത്തെ ആൾക്കാർക്കെല്ലാം സുഖമാണോ? ആ, സുഖം. അവരെന്ത് പറഞ്ഞത് സിദ്ധുവിന്റെ പാട്ടിനെ പറ്റി? അടിപൊളിയാണ്, ഇനിയും നല്ലോണം പാടാൻ പറഞ്ഞു. അപ്പൊ വീട്ടുകാരെന്ത് പറഞ്ഞു? ആ, പ്രത്യേകിച്ച് അച്ഛനല്ലേ മെയിൻ ക്രിട്ടിക്. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനും നല്ലോണം പാടാൻ. അച്ഛൻ കൊണ്ടുപോവോ വയനാട്? ആ, എപ്പൊ കൊണ്ടുപോകും? ശരിയാണല്ലോ, ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്കൊക്കെ ഓഫർ ഉള്ളതാണല്ലോ. നമുക്ക് ഓഫർ കൂടി വരുന്നുണ്ടേ. അപ്പൊ എപ്പോഴാണ് അച്ഛൻ കൊണ്ടുപോകാൻ പോണേ സിദ്ധുവിനെ? അടുത്ത ബ്രേക്കിന് കൊണ്ടുപോകും സാർ. അടുത്ത ബ്രേക്കിന്. സാർ, എനിക്കൊരു കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമായിരുന്നു. അത് കോഴിക്കോട് ഞങ്ങളൊരു മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു സാർ. അപ്പൊ അതിൽ ഞാനിങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു മോളടുത്ത്, നന്നായി പാടുകയാണെങ്കിൽ ഞാനൊരു ബിരിയാണിയൊക്കെ വാങ്ങി തരാൻ. അങ്ങനെ വരുന്ന വഴിക്ക് അന്ന് മോള് നന്നായിട്ട് പാടുകയും ചെയ്തു സാർ. പാടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. അങ്ങനെ കുറെ ഷോപ്പുകളൊക്കെ അങ്ങനെ ക്രോസ് ചെയ്തു പോയി. എനിക്കാണെങ്കിൽ മോളടുത്ത് പറയാനും പറ്റുന്നില്ല ഈ സംഭവം. അങ്ങനെ ശരിക്കും പറയാൻ അന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് സാർ. അങ്കിൾ ഒരു 5-6 ബിരിയാണി വെച്ചേരാ. പകരമായിട്ടല്ലേ? ഇപ്പൊ തന്നെ ബിരിയാണി തന്നല്ലോ, കഴിക്കോ? എങ്കിൽ ഇതാ പോരട്ടെ ബിരിയാണി. ബിരിയാണി അല്ലേ, ഒന്ന് കാണട്ടെ ആ സൗന്ദര്യം. യെസ്, നല്ല കോഴി ബിരിയാണിന്റെ മണം അല്ലേ? അച്ഛൻ്റെ ബിരിയാണി ഒരു ഉരുള. ഞാനും ഭയങ്കര ബിരിയാണി അഡിക്റ്റ് ആണ് കേട്ടോ. എവിടെ പോയാലും ബിരിയാണി അന്വേഷിച്ചു. ഒരു അവാർഡ് ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും ബിരിയാണി അന്വേഷിച്ചു പോയി ഹൈദരാബാദിൽ. അവസാനം നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് 2 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. ആ രീതിയിൽ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം ഒരു ബിരിയാണി കഴിക്കുന്നതിന്റെ ഒരു വേദന. സൂപ്പർ.